എൻ്റെ മാനസികാവസ്ഥയെക്കാളും അവളുടെ മാനസികാവസ്ഥയെ പറ്റി പറയുന്നതിന് കുറച്ചുകൂടെ നല്ലത്. എനിക്ക് ഇത് ശീലമാണ്. ഇതെന്താണ്, എൻ്റെ കൂടെ പെമ്പിളരെ കാണാൻ പാടില്ല. ഞാൻ സ്ഥിരമായിട്ട് ആൺ സുഹൃത്തിൻ്റെ കൂടെ സിനിമക്ക് പോകുന്നു, നമ്മൾ ചിലപ്പോൾ യാത്ര പോകുന്നു, ഇതൊക്കെ പോകുന്നു. നിങ്ങളെന്താ കുണ്ടെന്ന് വിളിക്കും എൻ്റെ. ഇത് നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ മുകളിലേക്കൊരു സ്നേഹബന്ധം, അതൊരു കല്യാണത്തിലേക്കോ അതൊരു പ്രണയം എന്നോ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അത് വെറും ഒരു കൂട്ടിക്കെട്ടൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെ ഇപ്പൊ പറയുന്ന സിറ്റുവേഷൻഷിപ്പ് എന്നാണ്. എന്നാൽ നമുക്ക് അതുകൊണ്ടൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പുതിയ വധുവിനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉളുപ്പുണ്ടാ. ഇങ്ങനെ മോശമായിട്ട് വരുന്നത് ആദ്യമായിട്ട് ഒരാളുടെ കുടുംബം തകർക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അവൾക്ക് ഇഷ്ടമല്ലാണ്ട് അവൾ ഇട്ടിട്ട് പോയതാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോലും മടിയുള്ള ഒരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യുന്ന വിചാരിക്കും. നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ആയത് ഇവള് കാരണമാണെന്ന് പറയുന്നത് എങ്ങനെയാ? 3 വർഷം മുമ്പേ ഡിവോഴ്സ് ആയ ആളാണ് ഞാൻ. അല്ല, എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ്, ഈ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ മുഞ്ചി തെറ്റി വീട്ടിലിരിക്കണമെന്നാണോ? ഇതല്ല എന്നാ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക. മണിമുത്ത് എന്ന് പറയുന്ന ഞാൻ മനോരമ ചെയ്തിരുന്ന സീരിയലിൽ എൻ്റെ പേരായിട്ട് ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചീത്തപ്പേര് കാരണം ക്യാരക്ടർ ഒഴിവാക്കിയവളാണ് ഇവൾ. ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു 2 വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഫുൾ നെഗറ്റീവാണ്, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഒരു വലിയ ബാഡ് ഹാബിറ്റ്, ഐ മീൻ ഇത് തന്നെ ജോണ്ടടി ഞാൻ പഠിക്കുമായിരുന്നു. സിന്തറ്റിക് ഡ്രഗ്, ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും മോചനം വന്നത് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷം. പൂർണ്ണമായും നിർത്തിയിട്ട് 5 മാസത്തോളമാണ്. എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരില്ല, നിങ്ങളൊരു 3rd സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. പാർട്ണറെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഒരു വൈഫിനെ കൊണ്ട് പറ്റും. പച്ചമലയാളത്തിൽ മായും കായും പൂയും തായും ചേർത്ത് വിളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എൻ്റെ ഒരു വിഷയമായെങ്കിൽ ഞാൻ വിടും. ആ പാവം പെണ്ണിനെ എന്തിനാണ് തെറി വിളിക്കുന്നത്? എൻ്റെ മരിച്ചുപോയ അച്ഛനടക്കം പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ട് ഇതിലേക്കും വിടും. കമൻറ്റോളികൾ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി പൊട്ടിത്തെറിക്കുന്നത് ഞാനായിരിക്കും. പച്ചത്തെറി ഞാൻ വിളിച്ചു പറയും. അത് വീട്ടിലിരിക്കുന്ന അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ആയാലും ശരി, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ അവളത് കണ്ട് വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു വിഷമം. ശരി എടുത്തേക്കടാ നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെ കുറേ എടുത്തു. ഇതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാതിരിക്കുമായിരുന്നു. എൻ്റെ കൂടെ ഒരു പെണ്ണ് ഫോട്ടോ ഇട്ടോ, അപ്പം പിന്നെ പിറ്റേ ദിവസം ജിഷിൻ്റെ കൂടെ കണ്ട പെണ്ണാരാ. ഇതിൽ നെറ്റിൽ കുറിയുണ്ട്. ഇതിന് പേഴ്സണലായിട്ട് വന്നിട്ട് ഒരാൾ കല്യാണം കഴിഞ്ഞോ ഈ ചോദിച്ച ആളാണ് നിരത്തി പിടിച്ചിട്ട് എൻ്റെ വീഡിയോക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ മോശം കമൻറ്റ് എടുത്ത ഒരാൾ. അതൊരു ലേഡിയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. വീട്ടിലിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഈ കാണുന്നത് മാത്രമാണ് ലൈഫ് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരുടെ ലൈഫിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചൽ, ഇതാണ് ഈ കമൻറ്റോളികളുടെ പ്രശ്നം. വല്ലാത്ത ഹെയ്റ്റ് ഒരാൾ നേരിട്ടുകൊണ്ടിരിക്കുക, ദിനം പ്രതി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. ജിഷിനാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. താങ്ക് യു. മാനസികാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പോൾ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കഥകൾ യൂട്യൂബ് തുറന്നാൽ മുഴുവനും ജിഷിൻ്റെ ഇപ്പോഴത്തെ കമ്പാനിയൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന അമ്മയുടെയൊക്കെ പേരുകൾ ചേർത്തുകൊണ്ടുള്ള വാർത്തകളാണ് നിരവധി. ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയുണ്ട്? അല്ല, മാനസികാവസ്ഥ വെച്ചാൽ എൻ്റെ മാനസികാവസ്ഥയെക്കാളും അവളുടെ മാനസികാവസ്ഥയെ പറ്റി പറയുന്നതിന് കുറച്ചുകൂടെ നല്ലത്. എന്ന് വെച്ചാൽ എനിക്ക് ഇത് ശീലമാണ്. ഇത് കുറേ കേട്ട് 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 പഴകിയിട്ട് നമുക്കിപ്പോൾ അതെനിക്ക് എനിക്ക് അത്ര ബാധിക്കാതെ ഒരു നിർവികാരത അത് ബാധിക്കാറ്. അത് അങ്ങനെ പോകും. എന്ന് വെച്ചാൽ എന്നെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തത്, ഇതിപ്പം അമ്മയല്ല വേറെ ആരുടെ കൂടെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒരു ടി ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവരുടെ കൂടെയും ഒരു വീഡിയോ എടുത്തിട്ടു. അപ്പോൾ തന്നെ ഇതാരാ, ജിഷിൻ്റെ കൂടെ കണ്ട പെണ്ണ് ആരാണ്? ഇതെന്താണ്, എൻ്റെ കൂടെ പെമ്പിളരെ കാണാൻ പാടില്ലേ? സത്യം എനിക്കൊരു സംശയമാണ്. ആരിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വരുന്നൊരു സ്റ്റോറി അല്ലെങ്കിൽ ഈ പറയുന്ന ഹെഡ്ലൈൻ തംബ്നെയിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. എല്ലാം പോട്ടെ, എൻ്റെ കൂടെ വിജയകുമാർ ചേച്ചി, എൻ്റെ അമ്മയായിട്ട് മണിമുത്തിൽ ചെയ്യുന്ന വിജയകുമാർ ചേച്ചിയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് ജിഷിൻ്റെ പുതിയ കല്യാണം കഴിഞ്ഞു, പുതിയ വധുവിനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് തംബ്നെ ഉളുപ്പുണ്ടാ. എനിക്ക് ചോദിക്കാമല്ലോ, ഈ എല്ലാ ഓൺലൈൻ മീഡിയ അല്ല പറഞ്ഞത്, നല്ലവണ്ണം ചെയ്യുന്നവരുണ്ട്. മേ ബി ഈ കിട്ടുന്ന ഈ ഒരു ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഇവർക്ക് കൊടുക്കുന്ന ഒരു ക്യാപ്ഷൻ ആയിരിക്കും ആ തംബ്നെയിൽ. പക്ഷെ ആ തംബ്നെയിൽ അതിൽ കയറി നോക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ആ തംബ്നെയിൽ വെച്ചിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു റീച്ച് ഉണ്ടല്ലോ, അതിനു വേണ്ടി വായി തോന്നിയ കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഈ തംബ്നെയിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ദേഷ്യം വരും. അപ്പം പിന്നെ ഇതിനടിയിൽ കമൻ്റ് ഇടാൻ വേണ്ടി കുറേ ആൾക്കാർ വരും. കമൻ്റോളികൾ എന്നാണ് നമ്മൾ വിളിക്കാറ്. ഈ കമൻ്റോളികളുടെ കമൻറ്റ് കാണുമ്പം ഞാനത് മൈൻഡാക്കാറില്ല, അങ്ങനെ അങ്ങ് വിടും. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ കമൻറ്റ് വായിക്കും. എന്ന് വെച്ചാൽ അവളുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നത്. ആ ഫസ്റ്റ് ഇൻ്റർവ്യൂ അവൾ ഇത്രയും നാളും കൊടുക്കാതിരുന്ന ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ സഹിക്കൂല. സ്വാഭാവികമായും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇതിലേക്ക് കേട്ട് ഇതിലേക്ക് വിടണം. ഇത് കമൻറ്റോളികളുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്.
എന്നെ അത് വലുതായിട്ട് ബാധിക്കാറില്ല. മീൻസ് മെൻ്റലി എനിക്കത് ബാധിക്കാറില്ല. ഞാനത് അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഈ അമ്മയ്ക്ക് വരുന്ന 1-2 കമന്റുകൾ, അത് ഒന്ന് കുടുംബം തകർത്തവൾ, ഒന്നൊരു കുട്ടിയെ അനാഥയാക്കിയവൾ, വശീകരിച്ചവൾ എന്നുള്ള വിധത്തിലൊക്കെയാണ്. അതായത് അങ്ങേയറ്റം മോശമായ ഭാഷയിലുണ്ട്. ഇത് കുറച്ചുകൂടി ഞാൻ പാർലമെന്ററി പാർലമെന്ററി ഭാഷയിൽ പറയുന്നേ ഉള്ളൂ. ഇത് ജിഷൻ നേരിട്ട് വായിച്ചതാണോ അതോ അമ്മ അയച്ചു തരുന്നതാണോ? അല്ല, ഞാൻ അവൾ വായിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയാറുണ്ട്. ഞാനും വായിക്കാറുണ്ട്. ഞാൻ ഒന്നാമത് വലിയ അധികം ഇങ്ങനെ നോക്കാറില്ല. ഒരു പ്രാവശ്യം ഫസ്റ്റിലത്തെ 1-2 ദിവസം വരുന്ന കമൻസൊക്കെ ഞാൻ നോക്കി അതിനൊക്കെ ലൈക്കൊക്കെ വിട്ട് എന്തെങ്കിലും അത്യാവശ്യം നല്ല കമൻറ്റ് വിട്ട് മോശമായിട്ട് പറയുന്നവരെ ഞാൻ മൈൻഡ് ആക്കാറില്ല. ഓടാ പുല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ വെക്കാറുള്ളൂ. പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഈ ഒരു ആക്രമണം. എന്ന് വെച്ചാൽ ഇതുവരെ ഒരു ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അവളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ മോശമായിട്ട് വരുന്നത് ആദ്യമായിട്ട്. ഇങ്ങനെ മോശമായിട്ടേ വരാറില്ല. എന്നുവെച്ചാൽ വളരെ നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക ദൈവവിശ്വാസിയായിട്ട് ഒരു കൃഷ്ണഭക്തയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആർക്കും ദോഷം വരുത്തത് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അവൾ. അപ്പോൾ അവളെ സംബന്ധിച്ചിട്ട് ഒരു ക്യാരക്ടർ, അവൾ കുടുംബവളക്കിൽ ചേരുന്ന വേദിക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഒരാളുടെ കുടുംബം തകർക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അവൾക്ക് ഇഷ്ടമല്ലാണ്ട് അവൾ ഇട്ടിട്ട് പോയതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോലും മടിയുള്ള ഒരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ അത് മാത്രമല്ല, എൻ്റെ പേഴ്സണൽ ലൈഫ്, എൻ്റെ മാരേജ് ലൈഫ് നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ആയത് ഇവള് കാരണമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയാൻ പറ്റുമോ? അതിനവര് വെക്കുന്ന തിയറീസും കുറച്ച് തിയറീസ് ബുദ്ധിപരമാണ്. തിരക്കഥ പോലെ ഉണ്ടാക്കി നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഇന്നയാളെ ഫോളോ ചെയ്യുന്നുണ്ടോ, അവർ അൺഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ഇതിന് ഇവിടെ ഇട്ടിരിക്കുന്ന ക്യാപ്ഷന് അപ്പുറത്ത് എന്താണ് ഇട്ടിരിക്കുന്നത്, സ്റ്റോറി ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും. അതായത് അമ്മയ ജിഷന്റെ മുൻ ഭാര്യയുമായി ഭാഗമായ സീരിയലിൽ ഭാഗമായതും അവരുള്ളത് കൊണ്ടാണ് ഇവരെവിടെ നിന്ന് പോയതെന്നും, അപ്പൊ വല്ലാത്ത ഗതികേടാണ് ഒരു നടിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് അവരുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ കൊള്ളാനായിട്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ദൈർഘ്യം കുറവായത് ഒന്നുമില്ല, മാസത്തിൽ ഒരു ദിവസമൊക്കെ വർക്കുള്ളൂ, അതൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആദ്യം ഉണ്ട് വിവേകോപൻ ഭർത്താവായിട്ടുണ്ടായിരുന്നപ്പം അത്യാവശ്യം ഓക്കെ, ആ ക്യാരക്ടറിനും പ്രോമിനൻസ് ഉണ്ടായിരുന്നു, ചെയ്യാനും ഉണ്ടായിരുന്നു. ഡയറക്ടർ മാറി, അപ്പം വിവേകോപൻ മാറി വേറെ അങ്ങ് പോയതോടുകൂടി ഇവിടെ ആ ഒരു പോർഷൻ അങ്ങ് ഡൗൺ ആയി. മാസത്തിൽ ഒരു ദിവസം വർക്ക് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും നമുക്ക്? വേറൊരു വർക്ക് ചെയ്യാനും പറ്റില്ല. കമ്മിറ്റ് ഇങ്ങനെ ഒരു സീരിയൽ ചെയ്യുന്നതുകൊണ്ട് വേറെ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് മാറിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് അവൾ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള രീതിയിൽ പിൻവാങ്ങിയൊന്നുമല്ല. പിന്നെ ഇവൾ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് പറയുന്നത് അട്ടർ നോൺസെൻസ് ആണ്, ഫ്ലോപ്പാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ. എൻ്റെ ഡിവോഴ്സായിട്ട് 3 വർഷമായി. 3 വർഷം മുമ്പേ ഡിവോഴ്സ് ആയ ആളാണ് ഞാൻ. അപ്പോൾ എങ്ങനെയാണ് ഇവള് കാരണമാണ് എൻ്റെ ഡിവോഴ്സ് ആയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബത്തിൽ കയറി കളിക്കുക ഒരു കുട്ടിയില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ്. ഒരാൾ ഡിവോഴ്സായി, ഈ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ മുഞ്ചിത്തെറ്റി വീട്ടിലിരിക്കണമെന്നാണോ ഈ നാട്ടുകാർ വിചാരിക്കുന്നത്? മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു ധാരണയാണത്. ഡാമേജ് ആയി ഡിവോഴ്സായി പിന്നെ ഇവൻ ഒരു പെണ്ണിനെ നോക്കാൻ പാടില്ല, ഇവൻ ജീവിതത്തിൽ വേറെ സന്തോഷം അനുഭവിക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്താ നമുക്ക് ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് അമ്മയായിട്ടുള്ള എനിക്കൊരു റിലേഷൻ അതിലേക്ക് ഞാനൊന്ന് വന്നോട്ടെ. ഇപ്പോൾ അമ്മയെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിന് ഒരു മെച്യൂർഡ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മുഖമാണ്. അതായത് സ്നേഹമുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അതായത് വിവാഹം പോലത്തെ കുറച്ചും കൂടി നൂലാമാലകളുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. എന്നാൽ പ്രണയം പോലെ വലിയ ഭാരിച്ച കമ്മിറ്റ്മെന്റ് എടുക്കാനും താല്പര്യമില്ല. രണ്ടുപേരും തമ്മിൽ ഒരു പോളിഷ്ഡ് സൗഹൃദമുണ്ട്, എന്നാലും നല്ല ഒരു വാംത്ത് ഉണ്ട്, ഒരു ഊഷ്മളതയുണ്ട് രണ്ടുപേരും തമ്മിൽ എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ ഇപ്പോൾ പറയുന്ന വാക്ക്, ജെൻസി ടേംസിലൊക്കെ പറയുന്ന വാക്ക് സിറ്റുവേഷൻഷിപ്പ് എന്നാണ്. അതായത് ഇതിനെ പ്രണയത്തിന് മുകളിലും അല്ല, പ്രണയത്തിന് താഴെയും ഫ്രണ്ട്ഷിപ്പിന് മുകളിലും, അതാണ് ഈ സിറ്റുവേഷൻഷിപ്പിന്റെ അർത്ഥം. ടേം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെന്താണെന്ന് നമ്മുടെ ഇടയിലുള്ള ബന്ധം എന്താണ് കൃത്യമായിട്ട് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുക, എന്നാൽ നമുക്ക് അതുകൊണ്ടൊരു സന്തോഷവും സുഖവും ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും സിറ്റുവേഷൻഷിപ്പ് ആണോ? പറയുന്നവർക്ക് ഒരു സുഖം കിട്ടുന്നുണ്ട്. എന്താ വെച്ചാല് എങ്ങനെയാ വെച്ചാല് കുറെ കമന്റ് ഇട്ടിട്ടുണ്ട് ഇതിന്. അപ്പം അമ്മയെ അവളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന സാധനം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ മുകളിലേക്കൊരു സ്നേഹബന്ധമുണ്ട്, ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. പരസ്പരം ഓരോ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഓരോരുത്തർക്ക് വീഴ്ച വരുമ്പം അയാളെ താങ്ങി നിർത്താനും അയാളെ ഒരു കരുതൽ നൽകാനും
അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് നമ്മുടെ ഇടയിലുണ്ട്. അതൊരു കല്യാണത്തിലേക്കോ അതൊരു പ്രണയമോ ഒന്നും പറയാൻ പറ്റില്ല. ഇതല്ലാതെ ഇതിന് വേറൊരു പേര് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, ഐ ഡോണ്ട് ഈവൻ കെയർ. അതിന് പക്ഷേ അവിഹിതം എന്ന് പറയാൻ പറ്റില്ല. ഈ അവിഹിതം എന്ന് പറയുന്നത് ഒരാളുടെ ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ഒരാളായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പ് ഉള്ളപ്പം വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം വെക്കുന്നതിനെയാണ് അവിഹിതം എന്ന് പറയുന്നത്. അതാദ്യം പ്രേക്ഷകർ മനസ്സിലാക്കുക. എസ്പെഷ്യലി ഈ അവിഹിതം എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്ന കമൻ്റോളികൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് അവിഹിതത്തിൻ്റെ ഡെഫിനേഷൻ. ഇനിയിപ്പോൾ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ എന്ന് വെച്ചാൽ കേൾക്കുന്ന കാര്യങ്ങൾ പറയുന്നവർക്ക് ഒരു സുഖം. ഇതിൻ്റെ പേര് അവിഹിതം ചൊറിച്ചിലാന്നേ, ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ കമൻറ്റിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കമൻ്റ് ഇടും, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതിനൊക്കെ പോയിട്ട് മറുപടി പറയാൻ വേണ്ടി. ഇവർക്ക് ഒന്ന് ചൊറിഞ്ഞ് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും കിട്ടണം ഇങ്ങോട്ടേക്ക്. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും ചിലർ. നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരു 2-3 ദിവസം മുമ്പേ നമ്മൾ വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു റീൽസ് പോലെ ഒരു കുട്ടി ആയിട്ട്, ഞാനും അവൾ ഭാര്യയും ഭർത്താവും ആയിട്ടും ഒരു കുട്ടിയായിട്ട് ഒരു റീൽസിൻ്റെ ഷൂട്ട്. ഈ ഷൂട്ട് കഴിച്ചിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഇവള് നെറ്റിയിൽ കുങ്കുമൊക്കെ ഇട്ട്, കുങ്കുമുണ്ട്. ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്കുമ്പോൾ അവൾ ജസ്റ്റ് ഒരു സ്റ്റോറി ഇൻസ്റ്റ സ്റ്റോറി ഉള്ളു. ഇങ്ങനെ ഇടുമ്പോൾ ആ സ്റ്റോറിയിൽ ഞാൻ പുറകിലേക്ക് വന്നിട്ട് ഞാൻ അത്രേ ഉള്ളൂ സംഭവം. ഇതിന് ഇവൾ നെറ്റിയിൽ കുറിയുണ്ട്. ഇതിന് പേഴ്സണലായിട്ട് വന്നിട്ട് ഒരാൾ കല്യാണം കഴിഞ്ഞോ അവിടെ വെച്ച് തന്നെ മനസ്സിലായി. ഈ പേഴ്സണലായിട്ട് ഈ ചോദിച്ച ആളാണ് ഈ ഞാൻ എനിക്ക് ഇവളെ പറ്റി പറയാനുള്ളത് സമ്മതിക്കണം കേട്ടോ, കുത്തിരുന്നത് കണ്ടുപിടിക്കുന്നതേ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളാണ് ഈ പറയുന്ന യൂട്യൂബിൽ ഇതിൻ്റെ ഒക്കെ നിരത്തി പിടിച്ചിട്ട് എൻ്റെ വീഡിയോക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ നിരത്തി പിടിച്ചിട്ട് വന്നിട്ട് മോശം കമൻറ്റ് എടുത്ത ഒരാൾ. അതൊരു ലേഡിയാണ്. അപ്പോൾ അതൊരു ലേഡിയാണ് എന്ന് വെച്ചാൽ ഈ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ ചോദിച്ചില്ലേ ചേച്ചി കല്യാണം കഴിഞ്ഞോ, അപ്പോൾ അവൾ അല്ല അത് ഷൂട്ടാണെന്ന് പറഞ്ഞ് റിപ്ലൈ അയച്ച് ഇട്ട് മേടിക്കുക. ഇവിടെ വന്നിട്ട് സ്നേഹത്തോടെ ചോദിച്ച് മേടിക്കുക, അപ്പുറം പോയിട്ട് കമൻ്റ് ഇടും. ഇങ്ങനെയുള്ള ഇതിനായിട്ട് മെനക്കെടാൻ ഇവിടെ സമയം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു ജാതിയോ മതമോ പറയുന്നതല്ല, എന്നാലും പറയാം, അതൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മേ ബി ഇതിപ്പോൾ പറയും നിങ്ങൾ കട്ട് ചെയ്യാൻ പിടിക്കുമോ എന്താ വെച്ചാൽ ഞാൻ പറയേണ്ടത് പറയും. വീട്ടിലിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഈ കാണുന്നത് മാത്രമാണ് ലൈഫ് എന്ന് വിചാരിച്ചിട്ട് ജീവിതം തള്ളി നിൽക്കുന്ന ഇവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷനാണ് ഈ പറയുന്ന കമൻറ്റിലൂടെ പുറത്തു വരുന്നത് എന്ന് ഞാൻ പറയും. അത്രേ ഉള്ളൂ. ഇത് ഇവർക്ക് ഇല്ലാത്ത സന്തോഷം, ഇവർക്ക് കിട്ടാത്ത സന്തോഷം, ഇത് ബാക്കിയുള്ളവരുടെ ലൈഫിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചൽ, ഇതാണ് ഈ കമൻ്റോളികളുടെ പ്രശ്നം. ഇവർ ഈ നമുക്ക് തരുന്നത് ഹരാസ് ചെയ്യുക. ഇപ്പം കണ്ടില്ലേ ഒരാൾ വെറുതെ പറഞ്ഞതിന് അദ്ദേഹം പോയി തൂങ്ങി മരിച്ചു. ഇങ്ങനെ ഒന്നും തൂങ്ങി മരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കല്യാണം ഫെയിലിയറായി അല്ലെങ്കിൽ ഞാനൊരു ഡിവോഴ്സായി എന്ന് വെച്ചിട്ട് മുഞ്ചി തെറ്റി വീട്ടിലിരിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. ഞാനിങ്ങനെ ഇരുന്നിട്ട് എന്താ കിട്ടാൻ? ആർക്ക് പോയി? എനിക്ക് പോയി അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം. അമ്മയായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു 2 വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു. ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു 1 BHK, അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തു പോലും ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. വർക്കില്ല, ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവാണ്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ടെൻഷൻ, ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഉള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കള്ളുകൂടി, കടവടി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട്. സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി. രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമയെ പറ്റിയുള്ള അതെനിക്കിഷ്ടമുള്ള വിഷയമാണ്. സിനിമയും ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും രാവിലെ വെളുക്ക വരെ ഇരുന്ന് ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷം. അവളെ പരിചയപ്പെടുന്ന അപ്പോഴും ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, അതുവരെയും ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെയാണെന്നോ തോന്നിയിരുന്നത്? ഉപേക്ഷിക്കപ്പെട്ടു നമ്മൾ ഒന്നെന്താ അറിയോ, നമ്മൾ വലിയ കാര്യത്തിൽ വിചാരിച്ചിരുന്ന ആരൊക്കെയോ നമ്മളെ വേണ്ടാന്ന് വെച്ചു, അങ്ങനെയായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നത്? അങ്ങനെയല്ല. അതിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാ പറയാ, നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ പറയുന്ന കുത്തുവാക്കുകളും അവൻ ഇട്ടിട്ട് പോയല്ലോ, ഇതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കൊരു വിരക്തിയാണ്, ഇനിയിപ്പോൾ എന്ത് പുല്ല്,
എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾ പൊതുവെ അങ്ങനെയാണ്. അവർക്കൊരു ഒരാൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ അയാൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നുമില്ലാതെ മീൻസ് ഈ ലഹരി വസ്തുക്കൾ ഒന്നുമില്ലാതെ വെള്ളമടിയോ ഒന്നുമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളെ സമ്മതിക്കണം. അതൊരു ഭയങ്കര പവറുള്ള ആൾക്കാർക്ക് പറ്റും. സാധാരണ എന്നെപ്പോലെയുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്കൊന്നും അത് പറ്റുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിലേക്കൊക്കെ അങ്ങ് പോകും, സ്വാഭാവികമായും പോകും, ഇതിലേക്ക് പോകും, നമ്മൾ വഴിതെറ്റി പോകും എന്നുള്ള ഷുവറാണ്. അതിന് നമുക്കൊരു പാർട്ട്ണർ വേണം എപ്പോഴെങ്കിലും. ഇതിനിടയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ജയ്സേട്ടൻ, ഇപ്പം നമ്മുടെ ഗുമസ്തനിലെ ജയ്സേട്ടൻ ഞങ്ങൾക്ക് ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പം ജയ്സേട്ടൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ തന്നെ കള്ളുകൂടി കമ്പനി തന്നെ ഇരിക്കുന്ന സമയത്ത് ജയ്സേട്ടൻ എന്നോട് പറഞ്ഞു, ജിഷ്ണ, നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണം, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നമുക്കെപ്പോഴും ആവശ്യമാണ് എന്ന് വെച്ചാൽ ജയ്സേട്ടൻ പറഞ്ഞു, എൻ്റെ ഈ 2 കൈയും കാലും ഒടിഞ്ഞിട്ട് ഞാനിങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ. ഇത് രണ്ടും നമുക്കൊരു ബാത്റൂമിൽ പോകാൻ, നമ്മളെ ഒന്ന് കുളിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ച് തരാൻ ഒരാൾ, അത് നമുക്ക് അമ്മയെ കൊണ്ട് ചിലപ്പോൾ പറ്റിയതല്ല, നമ്മൾ മുതിർന്ന ഒരാളാണ്, പക്ഷേ അതൊരു പാർട്ട്ണറെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഒരു വൈഫിനെ കൊണ്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ, അത് ഞാനിപ്പോഴും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ ഒരു മാരേജോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. ഓക്കെ, അത് ഉറപ്പിക്കാം, മാരേജ് ഒന്നും ഉണ്ടാവില്ല എൻ്റെ ലൈഫിൽ. എന്ന് വെച്ചാൽ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നിടത്തോളം, എനിക്ക് മനസ്സിലാക്കിയിടത്തോളം അത് വെറും ഒരു കൂട്ടിക്കെട്ടൽ മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി ആ ഒരു കിട്ടിയ ആ ഒരു ബാന്ധവം മാത്രമേ ഉള്ളൂ അതിൽ, അല്ലാതെ അതിൽ വേറെ ഇമോഷണൽ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി. അതിനെക്കൊണ്ടൊരു പിന്നെ ഇത് പിരിക്കാനാണ് പാട് അല്ലേ? ഇത് പിരിക്കാൻ വേണ്ടിയാണ് പാട്. പിന്നെ കോടതിയിൽ പോയി നിൽക്കണം, യുഎസിൽ പോയി നിൽക്കുമ്പോൾ 4 പേര്, നമുക്ക് അത്യാവശ്യം 4 പേര് കണ്ടാൽ തിരിച്ചറിഞ്ഞ ആൾക്കാരാണല്ലോ. അപ്പോൾ പോകുമ്പോൾ അവർ ഇതൊക്കെ അനുഭവിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം, മറ്റേ വീട്ടുകാർ വന്ന് ചർച്ച ചെയ്യണം, മറ്റവർ ചർച്ച ചെയ്യണം. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആരെ ഇഷ്ടമുണ്ടോ അവരോട് കൂടെ ജീവിച്ചാൽ പോരെ. അതിന് കല്യാണത്തിൻ്റെ കാര്യം എന്താ? ഇല്ല, വിവാഹ സങ്കല്പനില്ല. പക്ഷേ നമ്മളെ കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്ന ഒരാൾ ആരൊക്കെ പോയാലും നമ്മുടെ കൂടെ ഒരാളുണ്ടാവണം എന്ന് ബോധം വരുത്തി ഈ ജയ്സേട്ടൻ്റെ വാക്കുകൾ. അപ്പോൾ എനിക്ക് തോന്നി, ശരിയാണല്ലോ, എന്നെ ഒന്ന് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അത് വേണ്ട, സ്നേഹത്തോടെയെങ്കിലും നമ്മളെടുക്കുക, വേണ്ട കേട്ടോ അത് ഒഴിവാക്ക് എന്ന് പറയാൻ, സ്നേഹത്തോടെ പറഞ്ഞാലേ കേൾക്കും കേട്ടോ. ഞാൻ പറഞ്ഞാക്കാത്ത ഒരുത്തരാണ്. ആരെങ്കിലും കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യും, അതാണ് സ്വഭാവം. പക്ഷെ സ്നേഹത്തോടെ വേണ്ട കേട്ടോ അത് വേണ്ട എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്കുണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ്, ഒരു വലിയ ബാഡ് ഹാബിറ്റ്, ഐ മീൻ ഇത് തന്നെ ജോയിൻ്റ് അടി. ഓക്കെ, ഞാൻ ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ കേസ് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഞ്ചാവ് അടിക്കുമായിരുന്നു, യൂസ് ചെയ്ത്, പക്ഷേ ആ സാധനം അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് ഞാൻ ഒഴിവാക്കിയത് അവൾ കാരണമാണ്, അമ്മയെ കാരണമാണ് ഇത് ഒഴിവാക്കിയത്. എന്നുവെച്ചാൽ എൻ്റെ സ്വഭാവം ഞാൻ തന്നെ മാറുന്നു. അത് എനിക്കും കൂടി തോന്നിയിട്ടാട്ടോ, എനിക്കും കൂടി തോന്നണം, ഒരാൾ പറഞ്ഞാൽ മാത്രം പോരാ, എനിക്കും കൂടി ഞാൻ ഇങ്ങനെ മാറ്റങ്ങൾ നിങ്ങളെ ഇതിൽ വരുന്നത്, നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അങ്ങനെ അല്ലായിരുന്നു ഞാൻ. എന്നുവെച്ചാൽ പല സമയത്തും കറക്റ്റ് ലൊക്കേഷനിൽ കറക്റ്റ് സമയത്ത് രാവിലെ 7 മണിക്ക് പറഞ്ഞാൽ 7 മണിക്ക് എത്തുന്ന ആളാണ്. അത് വൃത്തിയും എനിക്ക് നീറ്റായിരിക്കണം, വീടായാലും ഇതൊക്കെ നീറ്റായിരിക്കണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ലൈക്ക് വൃത്തിൻ്റെ കാര്യമല്ല, ലൈക്ക് ഓർഡർ. ഞാനിപ്പം ലൊക്കേഷനിൽ ഷൂട്ടിന് പോകണം, നാളെ എനിക്ക് ഷൂട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം എനിക്ക് എത്തണം. ഞാൻ എന്ത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഓക്കെ രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ റെഡിയാവാൻ തുടങ്ങും. തീരൂല, നമ്മൾ ലാഗായിരിക്കും. ലൈക്ക് ഈ ഡ്രഗ്സിൻ്റെ തലേദിവസത്തെ ഹാങ് ഓവർ ആയിരിക്കാം, വാട്ടവർ, നമ്മൾ ലാഗായിരിക്കും. പാക്ക് ചെയ്യുന്നു, അപ്പോൾ എന്താ പോയിട്ട് ഒരെണ്ണം വലിക്കാം, വീണ്ടും താഴെ വരും, ഇറങ്ങി വീണ്ടും ഇനി കുറച്ച് ചായ എന്നൊക്കെ കുടിക്കാം, ചായ കൂടി. ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നത് ഞാൻ ഇറങ്ങുന്നത് രാത്രി 10 മണിക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർഡർ ലൊക്കേഷനിലൊക്കെ കറക്റ്റ് സമയത്ത്. പിന്നെ ഞാൻ അഭിനയിക്കുമ്പോഴൊന്നും ഞാൻ ഇത് യൂസ് ചെയ്യില്ല, എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു തൊഴിലാണ്. എന്ന് വെച്ചാൽ തൊഴിലിൽ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോഴോ ഇതില്ല. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു അതാർക്കും നോക്കണ്ട. അതെ, അതിന് ശേഷം ചിലപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ട് നല്ലൊരു സിനിമയൊക്കെ കണ്ടിരിക്കുക, അതൊരു വേറെ വൈബായിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ എനിക്കൊരു 2-3 വർഷത്തോളം ഉണ്ടായിരുന്ന ആ ഒരു ബാഡ് ഹാബിറ്റ്
ഒരു ദിവസം കൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു ജൂലൈ 10-ാം തീയതി ഇന്നത്തേക്ക് ഇത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലേ, ഡിസംബർ 5 മാസം ആവാൻ പോകുന്നു. 3 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ്, മോശം ലൈഫ് സ്റ്റൈൽ ഞാനത് പൂർണ്ണമായും നിർത്തിയിട്ട് 5 മാസത്തോളമായിരുന്നു. എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരില്ല, എന്ന് വെച്ചാൽ നിങ്ങളൊരു 3rd സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല, അത് മനസ്സിലാവും, അടുത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഇതിലോട്ട് മാറുന്നു. അല്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ മറ്റു ഷോകളിലൂടെ ആയാലും അല്ലെങ്കിൽ സീരിയലിലൂടെ ആയാലും ഐ മീൻ സീരിയലിന്റെ ഈ BTS അല്ലെങ്കിൽ മറ്റ് ഭാഗമായിട്ടുള്ള റിയാലിറ്റി ഷോസ് ഉണ്ടല്ലോ, സ്റ്റാർ മാജിക് ഒക്കെ, അതിൽ വളരെ ജോവിയലായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളൂ, ചിരിച്ച് കളിച്ച് കൗണ്ടർ അടിച്ച്. പക്ഷേ എന്നിലേക്ക് തന്നെ ഞാൻ ഒതുങ്ങി കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വയമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇതാണ്, എന്ന് വെച്ചാൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമോ, നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഒറ്റപ്പെടുന്നവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവർ പിന്നെ ഈ ഒറ്റപ്പെട്ടിട്ട് തന്നെ പോകും, അവരൊരു സൈഡാക്കപ്പെടും, ഒരു ഭാഗത്തേക്ക് ആയിട്ട് നിന്ന് പോകും. അപ്പം ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 3rd സ്റ്റേജിലുണ്ടായിരുന്നു ഞാൻ. എന്നോട് പറഞ്ഞു സാധാരണ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ, അപ്പോൾ ഇങ്ങനെ ഇനി വല്ലപ്പോഴും ഒക്കെ എന്ന് വിചാരിച്ച് നിർത്തുന്ന പരിപാടിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഫുൾ സ്റ്റോപ്പ്. ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല, അതെൻ്റെ ഒരു ശൈലിയാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തല പോയാലും പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അത് നമ്മുടെ കണ്ണൂർക്കാരുടെ ഒരു കാര്യം, പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാണ്. അങ്ങനെ ഞാനത് ഒറ്റയടിക്ക് നിർത്തി. ഇത് പിന്നെ ഞാനത് യൂസ് ചെയ്തില്ല. 5 മാസം ആകുമ്പോഴാണ് ഈ 10-ാം തീയതി. അമ്മയുടെ സ്നേഹമാണ് കാരണം. സ്നേഹം, കെയറിങ്, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അതൊരു കാരണം എന്ന് പറയാം. എനിക്കും തോന്നണം, അത് തോന്നിപ്പിക്കുക എന്നാന്നുള്ള ഒരു കാര്യമാണ്. അതെ അതെ അതല്ലേ, അത് ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കുമെന്ന് നമുക്ക് തോന്നണമെങ്കിൽ അയാൾ അത്രയും വിലപ്പെട്ടതായിരിക്കും. അതെ അതെ അതെ, തീർച്ചയായും. അപ്പോൾ അതിന് ഈ കല്യാണമോ ഇതൊന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ തന്നെ, അവൾ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ ഒരു സ്നേഹം, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ്, ആ ബോണ്ടിങ് മതി. നമ്മളിപ്പോൾ ഒന്നിച്ച് സിനിമക്ക് പോകും, നമ്മൾ ഒന്നിച്ച് യാത്രകൾക്ക് പോകാറുണ്ട്. യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. വലിയ യാത്ര സ്നേഹിയൊന്നും, പക്ഷേ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വണ്ടി എടുത്ത് അങ്ങോട്ട് കറങ്ങാൻ പോകും, യാത്ര പോകും, നമ്മൾ ഒന്നിച്ച് യാത്ര പോകാറുണ്ട്, സിനിമക്ക് പോകാറുണ്ട്, ഓരോ പ്രോഗ്രാംസിന് പോകാറുണ്ട്. എന്തേ പൊക്കൂടെ? ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോയി, ഞാനൊരു പുതിയ വണ്ടി എടുത്തു. ആ വണ്ടി എടുക്കാൻ പോയപ്പം എൻ്റെ കൂടെ വരാൻ എൻ്റെ ഒരു ആൺ സുഹൃത്ത് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആൺ സുഹൃത്തിൻ്റെ കൂടെ, ഞാൻ സ്ഥിരമായിട്ട് ആൺ സുഹൃത്തിൻ്റെ കൂടെ പിന്നെ സിനിമക്ക് പോകുന്നു, നമ്മൾ ചിലപ്പോൾ യാത്ര പോകുന്നു, ഇതൊക്കെ പോകുന്നു. നിങ്ങളെന്താ കുണ്ടെന്ന് വിളിക്കുമോ? എൻ്റെ വിളിക്കുമോ? അതെന്താ ഒരു പെൺകുട്ടി ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പെൺകുട്ടിയോട് കൂടെ എനിക്ക് പോകാൻ പാടില്ലേ? അതിന് മാത്രം എന്താണ് നിങ്ങൾ ഈ അവിഹിതം എന്ന് പറഞ്ഞ് കാണുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും പാടില്ലേ മനുഷ്യന്മാർക്ക്? ഒരാൾ സന്തോഷിക്കാൻ പാടില്ലേ? ഒരാൾക്ക് ജീവിതത്തിൽ ഈ ഒരു ട്രാജഡി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരിക്കണം എന്ന് തന്നെയാണോ പ്രേക്ഷകർ വിചാരിക്കുന്നത്? നമുക്കൊന്നും സന്തോഷിക്കാൻ പാടില്ല. സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല മലയാളികൾക്ക് പൊതുവെ. വേറൊരാൾ സന്തോഷിക്കുന്നത് അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം അത്രയും പ്രിയപ്പെട്ട ഒരാൾ, അതായത് ജീവിതത്തെ മൊത്തം ട്രാൻസ്ഫോം ചെയ്തു എന്നൊക്കെയാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരാളെയാണ് ദുർനടപ്പുകാരി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ ഒരുമിച്ചുള്ള ഫോട്ടോകളുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫോട്ടോകൾ മൊത്തമായിട്ട് കോപ്പി ചെയ്ത് വിട്ടിട്ട് സ്ലോ മോഷനിൽ ഇട്ടിട്ട് യൂട്യൂബിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള കഥകൾ. അങ്ങനെ ഇപ്പോൾ കണ്ണൂർക്കാരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, അവർക്ക് വരുന്ന ഒരു രക്തത്തിളപ്പുണ്ട്. എല്ലാവരെയും അല്ല, അതിലുള്ള യുവാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു രക്തത്തിളപ്പുണ്ട്. അത് മുഴുവനായി പ്രതികരിക്കും പെട്ടെന്ന്. ചിലപ്പോൾ അത് കായികമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് വാക്കുകളെ കൊണ്ടായിരിക്കാം. ഇതെങ്ങനെ പിടിച്ചു വയ്ക്കുന്നു? ഈ പ്രതികരണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എൻ്റെ ടെമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്ന പറയാമല്ലോ. എസ്പെഷ്യലി ഈ പറയുന്ന ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട്. പച്ച മലയാളത്തിൽ മായും കായും പൂയും തായും ചേർത്ത് വിളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എൻ്റെ ഒരു വിഷയമായെങ്കിൽ ഞാൻ വിടും, പോട്ടെ. ആ പാവം പെണ്ണിനെ എന്തിനാണ് തെറി വിളിക്കുന്നത്? എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാണ് പോയി പറയുന്നത്? പോട്ടെ, എന്നെ പറയുന്നുണ്ട്, എന്നെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ അടക്കം പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മേനെ അടക്കം, എൻ്റെ മരിച്ചുപോയ അച്ഛനടക്കം പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ട് ഇതിലേക്കും വിടും. എന്നുവെച്ചാൽ അത് കുറേ കാലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ക്ഷമാശീലമാണ്. ഇതൊക്കെ വിളിക്കാനും പറയാനും അറിയാനില്ല. എന്ന് വെച്ചാൽ ഈ കാണുന്നതിൽ ഭൂരിഭാഗം നല്ല കമൻറ്റ് വരുന്നവരുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരാൾ സന്തോഷിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അത് സന്തോഷമുള്ള ആൾക്കാർ, നല്ല കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്, നല്ല പ്രേക്ഷകരുണ്ട്, നല്ല നമ്മളെ ഈ സീരിയലിലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന അമ്മമാരും കുടുംബാംഗങ്ങളും ഇവരൊക്കെയുള്ള ആണ് ഞാൻ ഈ ചെയ്യുന്ന ഇൻ്റർവ്യൂ കാണുന്നവരുണ്ടാവും. ഇവരുടെക്കൊക്കെ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ
അവർ കൂടി കാണേണ്ടതായതുകൊണ്ട് എനിക്കൊരു തെറിവാക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. മനസ്സിലായി ഇതൊക്കെ പറയാൻ അറിയുന്ന ആളാണ്, നല്ലോണം വിളിക്കുന്ന ആളാണ് ഞാൻ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിക്കുന്ന ആളാണ്. പക്ഷേ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബാക്കിയുള്ളവർ മുമ്പിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം എനിക്കുള്ളതുകൊണ്ട് ഞാനൊന്നും വിളിക്കുന്നില്ല. പക്ഷേ അത്രക്കും ദേഷ്യം എനിക്കിതൊക്കെ കാണുമ്പോൾ വരുന്നുണ്ട്. എനിക്കത് പ്രശ്നമല്ല, പക്ഷേ അവളത് കണ്ട് വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, കമൻറ്റോളികൾ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എനി പൊട്ടിത്തെറിക്കുന്നത് ഞാനായിരിക്കും. ഞാൻ തീർച്ചയായും പച്ചത്തെറിയാൻ വിളിച്ചു പറയും. അത് വീട്ടിലിരിക്കുന്ന അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ആയാലും ശരി, അത് കേൾക്കേണ്ടി വരും. ഇപ്പം ഈ നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ അത് ഏറ്റവും അധികം അതിൻ്റെ ഹോട്ട് ന്യൂസ് പോലെയൊക്കെ ആളുകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത് വെളുത്ത ഷർട്ടും ഡെനിം ജീൻസ് ഇട്ട് നിങ്ങൾ നടത്തിയ ഒരു ഫോട്ടോഷൂട്ടായി റീലുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം? അതിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സുകൾ കൂടിയിട്ട് ഒരു ട്രിപ്പ് പോലെ ഒരു ബീച്ച് സൈഡിലുള്ള അവിടെ ഒരു ട്രിപ്പ് പോലെ പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു പയ്യനുണ്ടായിരുന്നു, ജിഷ്ണുവിൻ്റെ അവൻ ക്യാമറയും കൊണ്ട് വന്നിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം കേട്ടാ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർട്ടിസ്റ്റുകൾ വെറുതെ വിടുവോ? ക്യാമറക്ക് മുമ്പിൽ നമ്മളെ ഫുൾ ഫിഗർ, നമ്മളെ ക്ലോസ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണല്ലോ നോർമലി ആർട്ടിസ്റ്റുകൾ. അപ്പം പിന്നെ ശരി എടുത്തേക്കടാ നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെ കുറേ എടുത്തു. അങ്ങനെ കുറേ എടുത്ത വീഡിയോ അത് എപ്പോൾ എടുത്തതാണ്? കുറേ കാലം മുമ്പ് എടുത്തതാണ്. ഇതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാതിരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇവിടേക്ക് പറയാടി, എന്നെ തൊട്ട വൈറലാണ്. എൻ്റെ കൂടെ ഒരു പെണ്ണ് ഫോട്ടോ ഇട്ടോ, അപ്പം പിന്നെ പിറ്റേ ദിവസം ജിഷിൻ്റെ കൂടെ കണ്ട പെണ്ണാരാണ് എന്ന് പറഞ്ഞിട്ടില്ല തംബ്നെയിൽ വരും. അത് കേൾക്കണോ? എന്നാ ചേട്ടാ എനിക്ക് വയ്യ, ചീത്തപ്പേരൊന്നും കേൾക്കാണ്ട് ഇത്ര കാലം ഞാൻ ജീവിച്ചു, ഇനി എന്തിനാണിത് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ബർത്ത്ഡേക്ക് ഞാൻ അവളുടെ ചേച്ചിയൊക്കെ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ചേച്ചി എല്ലാ ബർത്ത്ഡേക്കും അവൾ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവർ കേക്ക് വാങ്ങി കട്ട് ചെയ്തു. അപ്പോൾ എന്നെയും വിളിച്ചു. ഞാൻ അവിടെ ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഞാനും പോയി. അപ്പം ഈ കേക്കിൻ്റെ മുകളിൽ ലവ് യു ആമി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സഹോദരിയാന്ന് വാങ്ങിച്ചു കൊടുത്തത് കേക്ക്. ഇതിൽ ഞാനത് പങ്കെടുക്കാൻ വേണ്ടി പോയി. ഈ കേക്ക് എടുത്തിട്ട് ഞാൻ ഈ കേക്കിൻ്റെ കൂടെ ആ കേക്കിൽ എഴുതിയ പിന്നെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ കമൻറ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ മുകളിൽ ഇതായിരുന്നു എഴുതിയത്. ഞാൻ ഈ കേക്ക് എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് പോസ്റ്റ് ഇട്ട് തീർന്നു. 50,000 ലൈക്കും പിന്നെ കമൻറ്റും വൈറലായി. ഞാൻ പറഞ്ഞു പോയി, ഇത് കൈവിട്ട് പോയി മോളെ, ഇത് ഇനി വൈറലായി. ഇനി പറഞ്ഞിട്ട് കാര്യം ഇനിയിപ്പോൾ നമ്മളതിനെ നോക്കേണ്ട ആവശ്യം, നമ്മൾ പോകുന്നത് നമ്മുടെ സന്തോഷം നമ്മളെന്തിനാണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത്? എൻ്റെ ഫോണിൽ ഗാലറിയിൽ നിറച്ച് നമ്മൾ പോയില്ല ട്രിപ്പ് പോയിട്ടുള്ളതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ സിനിമക്ക് പോകുമ്പോൾ എടുത്തതും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇതെന്തിനാ എൻ്റെ ഫോണിൽ തന്നെ വെക്കേണ്ട ആവശ്യം എന്താ? ഇത് നമ്മുടെ സന്തോഷങ്ങളല്ലേ. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൂടെ, നമുക്ക് ഫേസ്ബുക്കിൽ ഇട്ടൂടെ, അതിനെന്താ കുഴപ്പം? അത് പറഞ്ഞിട്ടാണ് പിന്നെ 1-2 ഫോട്ടോസും വീഡിയോസും. ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ലൊരു പാട്ടും കിട്ടി. അത് എനിക്ക് ഈ എഡിറ്റിങ്ങും വെറുതെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ എഡിറ്റ് ചെയ്ത് ആക്കി സ്വയം കണ്ട് തൃപ്തിയാണ് ഞാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാറ് കണ്ടിട്ടുണ്ടാവും. എൻ്റെ പോസ്റ്റ് അതൊക്കെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതാണ്. ചില ഷോട്ടുകളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു വെപ്പിക്കുന്നത്. അപ്പോൾ മൈൻഡിലൊരു പാട്ടുണ്ടാവും. ആ പാട്ട് ചിലപ്പോൾ സിങ്കായി വരും. സിങ്കായി വരുമ്പോൾ അതങ്ങ് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു സുഖം. അങ്ങനെ ഇട്ടാണ് ആ ഒരു വീഡിയോ. ആ ഒരു സ്ഥലത്ത് നമ്മൾ പോയപ്പം എനിക്കൊന്നൊരു 5-6 മാസം മുമ്പേ കാറ്റാണ് പോയപ്പം എടുത്ത ആ വീഡിയോ ആണ് ഇട്ടത്. അതാണ് ഈ കയറിയിട്ട് എയറിലാക്കി കളഞ്ഞത്. നമ്മൾ 2 പേരെ എയറിലാക്കിയത്. അതുള്ളൂ. അല്ല അപ്പം ഞാൻ ചോദിച്ചോട്ടെ, കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് കൗതുകം അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലാണല്ലോ. ഈ ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സ് അതൊക്കെ സാധാരണ കപ്പിൾ ഇടുന്നതാണല്ലോ. അതെ. അതെങ്ങനെ സംഭവിച്ചപ്പോ? അതാണ് ഞാൻ പറഞ്ഞത്. ബോണ്ടിങ് ഉണ്ടല്ലോ. മിക്കവാറും എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ ഇവള് അതന്നെ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവും. അതേ കളറിന് ഏകദേശം അതേ കളറും മാച്ചിങ് ആയിട്ടുള്ള. അത് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ചിലപ്പോൾ അതൊക്കെ അങ്ങനെ ആവും. അന്നത്തെ വൈറ്റ് ആൻഡ് ഡെനിം അത് രണ്ടാളും വൈറ്റ് പറഞ്ഞിട്ടിട്ടാണ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിനായിട്ടിട്ടായിട്ട് സാധ്യതയില്ല, അങ്ങനെ വന്നു പോയതായിരിക്കും. മിക്കവാറും ഓട്ടോമാറ്റിക്കായിട്ട് വരാറുണ്ട്. ചിലപ്പോഴൊക്കെ പറഞ്ഞിടും, ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടിടും. എൻ്റെ ഒരു അവാർഡിൻ്റെ ഇതിന് പോകുമ്പോഴോ പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പോകുന്നുണ്ട്, നമുക്ക് ഏകദേശം മാച്ചിങ് ഇടാം, വിളിവിടാം, അങ്ങനെ അത് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിരുന്നു. അല്ലാതെ മിക്കവാറും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. എന്താ എന്നുള്ള മനുഷ്യന് എത്ര ഇഷ്ടം? ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സത്യസന്ധത ഉണ്ടാവും ചില ആളുകൾക്ക്, എന്ത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ടാവും, ചിലപ്പോൾ ക്ഷമാശീലം ഉണ്ടാവും. അങ്ങനെ എന്താ അമ്മേനെ എത്ര ഇഷ്ടം? മെയിനായിട്ടുള്ള ഒരു ക്ഷമാശീലം സമ്മതിക്കണം. എന്ന് വെച്ചാൽ എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക.
എന്നെ സഹിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാം. ഞാൻ ഇച്ചിരി ഒരു സൈക്കോ ടൈപ്പ് ഒരാളായിട്ടാണ് പുറമേ ഉള്ളവർ കാണുന്നതും. ഒരു ഏറെക്കുറെ അതിൻ്റെയൊക്കെ ഒരു വശങ്ങൾ നമ്മളതിലും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഒന്ന് ഈ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയുന്നൊരു സ്വഭാവം. അത് ആരെന്ത് പറയുന്നു അതിനെക്കൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടാവുമോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇങ്ങനെ പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. പിന്നെ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഒപ്പം തന്നെ പ്രതികരിക്കും ഇങ്ങനെ. പക്ഷേ എന്നെ സഹിക്കാൻ ഇച്ചിരി പാടാണ്. ആ സഹനശക്തി വേണ്ടുവോളം കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മേ. ഇത് ഈ പറഞ്ഞത് നമ്മൾ കൊണ്ടുപോയി കല്യാണം കഴിക്കുക പിടിക്കുക എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ്ങാണ് ഞാൻ പറയുന്നത്. നമുക്ക് പരസ്പരം മനസ്സിലാക്കുക. ഇപ്പം ബ്രോൻ ഉണ്ടാവില്ല, വിഷ്ണു ഉണ്ടാവില്ല, ഒരു സുഹൃത്ത്, ഒരു പെൺ സുഹൃത്ത് ഉണ്ടാവും ഇല്ലേ? നമ്മൾ എന്തും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, എപ്പോഴും വിളിക്കാൻ പറ്റുന്ന, വേറെ ആരുടെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതിപ്പം ഇച്ചിരി ആണെങ്കിൽ പോലും പറയാം സ്വാതന്ത്ര്യം എന്ന് വെച്ചിട്ട് അവർ തമ്മിൽ അങ്ങനെ മോശം റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നില്ല. അത് പറയാൻ പറ്റുന്ന ഒരു ചങ്ക് ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ചങ്കാണ് അവളെ. എനിക്ക് അവ വന്ന് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആ 3 വർഷത്തോളം, ഞാൻ പറഞ്ഞില്ല 2 വർഷത്തോളം ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് അതിൽ നിന്ന് വീണ്ടും കുറച്ച് ചിരിക്കാനും കളിക്കാനും ബാക്കിയുള്ളവരോടും മിങ്കിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ ഒരു സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുത്ത് പോകാനും സഹായിച്ചത് അവൾ തന്നെ. അല്ല, പക്ഷേ ജിഷൻ ഇപ്പം നമ്മൾ ആളുകളാൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്, നമ്മളൊരു സെലിബ്രിറ്റിയാണ്. ഒരാളോട്, അതായത് കൂടെയുള്ളൊരു സെലിബ്രിറ്റിയോട് ഇത് തുറന്നു പറയാൻ നമ്മളെ തടയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈ കാര്യം അറിഞ്ഞാൽ ഇവരെ നമ്മളെ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളവിടെ തുറന്നു പറയണം. ആ കാര്യം എങ്ങനെയാണ് മേൽ ക്രാക്കായത്? ഇത്രയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അവർ നമ്മളെ ഉൾക്കൊള്ളും, നമ്മളെന്താണോ അങ്ങനെ ഉൾക്കൊള്ളും, അങ്ങനെ അത് ആ സമയം ഓർമ്മയുണ്ടോ? സമയം ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് അവളോട് പറഞ്ഞത്, പണ്ട് എപ്പോഴും പൂക്കാലം വരവായി സീരിയൽ ചെയ്യുന്ന സമയത്ത് ആ ചേട്ടൻ ഉള്ളപ്പോൾ ഒരു ദിവസം ലൊക്കേഷനിൽ ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. സാധാരണത്തിൽ ഞാൻ വായി നോക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നമ്മൾ പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് കന്യാദാനം എന്ന് പറയുന്ന ലൊക്കേഷനിൽ ദേവൻ ചേട്ടൻ ഉണ്ടായിരുന്നു. കന്യാദാനം അതിൽ ദിവ്യദർശൻ എന്ന് വെച്ചാൽ കാളിദാസ കലാകേന്ദ്രയുടെ പിന്നെ സന്ധ്യ ചേച്ചി രാജേന്ദ്രൻ്റെ മോഹൻ ദിവ്യദർശനായിരുന്നു അന്നേരം ഡയറക്റ്റ് ചെയ്തോട്ടുണ്ട്. അപ്പം ദിവ്യദർശനും ഇവളും പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന കെ രാജുവിൻ്റെ സീരിയലിൽ അവർ പെയറായിട്ട് ചെയ്തതാണ്. അപ്പോൾ അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ്, എടാ പോടാ വിളിയാണ്. അപ്പം ദിവ്യന് ഇതിലൊരു പോലീസ് ക്യാരക്ടർ വന്നപ്പം എന്നെ പിടിച്ചോണ്ട്, എൻ്റെ ക്യാരക്ടർ വിനയൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഗസ്റ്റ് റോൾ പോലെ ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൾ വന്നത്. അപ്പോൾ വന്ന് ഫസ്റ്റ് ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ അപ്പം ഞാൻ ഈ ഒരു പരാതി അല്ലെങ്കിൽ എൻ്റെ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ആ പെറ്റീഷൻ കാണിച്ചിട്ട് അത് വായിച്ച് നോക്കുന്നുണ്ട് ഇവൾ. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ പരിചയപ്പെടുന്നത്. ഇതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞത്, മണിമുത്ത് എന്ന് പറയുന്ന ഞാൻ മനോരമ ചെയ്തിരുന്ന സീരിയലിൽ എൻ്റെ പേരായിട്ട് ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജിഷനാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞത് അല്ലാതെയാണ് എൻ്റെ ചീത്തപ്പേര് കാരണം ക്യാരക്ടർ ഒഴിവാക്കിയവളാണ് ഇവൾ. ഏത് എൻ്റെ പേരായിട്ടുള്ള ക്യാരക്ടർ മണിമുത്തിൽ ഒഴിവാക്കിയവളാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൾറെഡി ഒരു ലൊക്കേഷനിൽ ഇവൾ എൻ്റെ എക്സുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് എന്നെപ്പറ്റി കുറേ കേട്ടിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഓക്കെ, ഗസ്റ്റ് റോളല്ലേ, ഒന്ന് ചെയ്തിട്ട് പോകാം. അപ്പോൾ വന്ന് ഫസ്റ്റ് ഞാൻ പെറ്റീഷൻ കൊടുക്കുന്നത്. അപ്പോൾ പെറ്റീഷൻ എഴുതാൻ വേണ്ടി ആർട്ടുകാർ പേപ്പർ തന്നിട്ടായിരുന്നു. അപ്പോൾ പെറ്റീഷനൊന്നും എഴുതിയില്ല, ഇവന്മാർ വെറുതെ പറഞ്ഞു. ഞാൻ ഇത് വെള്ളക്കടലാസിലാണ് അവിടെ പെറ്റീഷൻ കൊടുക്കുന്നത്. അത് വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വല്ല ഷോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ചേട്ടൻ നിങ്ങൾ എഴുത്. ഞാൻ എഴുതി വെച്ച്, പൊന്നു മാഡം എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം, നിങ്ങളാണ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ മനസ്സാ ഇത് ഭരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ സൂപ്പറാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളെ കണ്ടോട്ടെ എന്ന് വെച്ചാൽ കോഴിത്തരം ഞാൻ എഴുതി തമാശക്ക് അത് വായിച്ച്. അപ്പോൾ ദിവ്യനൊക്കെ അത് വായിച്ച് ദിവ്യൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു, അവിടെ വെച്ച് കൊടുത്തു. പക്ഷേ ഇവൾ അന്നേരം അത് വായിച്ചില്ല കേട്ടോ. അയാൾ പിന്നെ ഇത് കഴിഞ്ഞ് ഷോട്ടിൽ ഇതെടുത്ത് പെറ്റീഷൻ ഇങ്ങനെ വായിക്കുന്ന പോലെ അഭിനയിക്കുകയാണല്ലോ, വായിക്കുന്നൊന്നുമില്ല ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ്. ഇത് കഴിഞ്ഞ പാടെ ഞാൻ ചോദിച്ചു, അല്ല അത് പെറ്റീഷൻ വായിച്ചില്ലേ? ഇല്ല ഏട്ടാ, എന്താണ്? വായിച്ചു നോക്കിയിട്ടാണ് ഇവൾ ചിരിക്കുന്നത്. പിന്നെയാണ് അവളത് വായിക്കുന്നത്. അപ്പോൾ അവൾക്ക് ആദ്യമേ ഒരു സൂചന അവിടെ നിന്ന് കൊടുത്തിരുന്നത്, ജിഷനാണ് അവിടെ ഇരിക്കുന്നത്, ഇവർ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് എന്തെങ്കിലും ഒരു പണി കൊടുക്കും. പുതിയതായിട്ട് വരുന്നതൊക്കെ നമ്മൾ ചെറിയൊരു റാങ്ക് പോലെ എന്തെങ്കിലും പരിപാടി കൊടുക്കുകയും അപ്പം അതിൽ വീഴുന്ന ഞാൻ വിചാരിച്ച, പക്ഷേ വീണില്ല. അത് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന കുറേ ഫണ്ണി സാധനങ്ങളാണ്. ഓരോരുത്തർക്ക് ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നവരെ നമ്മൾ വെറുതെ ഒന്ന് ഇതാക്കി വിടും, പേടിപ്പിക്കലല്ല, എന്തെങ്കിലും അവരെ തെറ്റിപ്പിക്കും. ചേട്ടാ അവിടെ പോയിട്ട് കാലോട്ട് വന്നിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി കാലോട്ട്, അപ്പോൾ ഡയറക്റ്റ് ചേട്ടാ എന്തിനാണ് കാലോട്ട് വന്നിരിക്കുന്നത്? അപ്പം നമുക്ക് കണ്ട് ചിരിക്കാൻ ഒരു ചെറിയ ചെറിയ ഫണ്ണി കുസൃതികൾ അങ്ങനെയുള്ള ഒരു സാധനം ചെയ്ത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് അവിടെ നിന്നാണ്.
പിന്നെ നമ്മൾ വാങ്ങി നമ്മളിങ്ങനെ മെസ്സേജൊക്കെ അയച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബോണ്ടിങ് ആയി വന്ന് പിന്നെയാണ് ട്രിപ്പുകളെ പറ്റി അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോയി. എവിടേക്കാണ് ആദ്യ യാത്ര പോയത്? നമ്മൾ ആദ്യം ഒരു ഇടുക്കിയിൽ നമ്മുടെ എൻ്റെ ഭാര്യയായിട്ട് അതിൽ അഭിനയിക്കുന്ന ഐശ്വര്യ. അപ്പോൾ ഇവള് കുറച്ച് ഡയറക്ഷൻ പരിപാടി ഒക്കെ കൂടിയുണ്ട് എന്ന് വെച്ചാൽ ഓരോ റിസോർട്ടുകളും ഒക്കെ ആയിട്ടുള്ള ടൈപ്പിൽ കൊളാബും കാര്യം. അപ്പോൾ ആർട്ടിസ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഐശ്വര്യ അപ്പം റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ ഐശ്വര്യയും ഭർത്താവിനും കൂടി അവിടെ ഒരു ഇത് കൊടുത്തിട്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി അവിടെ ഇടുക്കിയിൽ ഒരു റിസോർട്ടിൽ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ബോണ്ടിങ് ആയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടന് സുഖമില്ലായിരുന്നു. ചേട്ടൻ്റെ ഒരു വിഷമഘട്ടങ്ങൾ, അദ്ദേഹത്തിന് വയ്യാതായിരുന്നു, ഇപ്പം മരിച്ചു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രഷറിലുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അവൻ ബാംഗ്ലൂരായിരുന്നു, അവിടെ ആരും നോക്കാനില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ അവൾ കുറേ കൂടെ വന്നിട്ടുണ്ട്, കുറേ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് പ്രഷർ കണ്ടത് എനിക്കത് ലൈറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഓരോരോ സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക ഈ ഘട്ടങ്ങളിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ടാവുന്നുള്ളത്. ചിലപ്പം നമ്മൾ സന്തോഷത്തിനും കള്ളു കുടിക്കാനും വലിക്കാനും പിടിക്കാനൊക്കെ കുറേ പേര് നിന്ന് വരും. പക്ഷേ നമുക്കൊരു വിഷമഘട്ടം വരുമ്പം ഒരാളടുക്ക് വിളിച്ചിടാ അളിയ ഒരു 1000 രൂപ അയക്കാണ്ടോ, ഇല്ല അളിയ എൻ്റെ ഇപ്പോൾ അത് അവിടെ കൊടുത്തു തീർത്തേ ഉള്ളൂ എന്ന് പറയുന്ന കൂട്ടുകാരാണ് നമുക്ക് പലർക്കും കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, പൈസൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ നമ്മൾ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ ഈ ഒന്ന് ഭയങ്കര ദൈവവിശ്വാസം ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണഭക്തയാണ്. അപ്പം അത് തന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ അമ്പലത്തിൽ പോകുന്ന നിരീശ്വരവാദിയല്ല, ദൈവവിശ്വാസിയാണ്. പക്ഷേ എന്ന് വെച്ച് എപ്പോഴും അമ്പലത്തിൽ കയറി നിരങ്ങുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ്, ആ ഒരു പോസിറ്റീവ് എനർജി ഇഷ്ടമാണ്. അത് അമ്പലത്തിലായാലും പള്ളിയിൽ ഞാൻ പോകാറുണ്ട്. പള്ളിയിലായാലും ആ ഒരു ആംബിയൻസ്. അതിഭീകര വിശ്വാസിയുമല്ല, വിശ്വാസമാണ്, ദൈവവിശ്വാസിയാണ്. വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവനാണ്. അതൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ കുറച്ചും കൂടി എന്ന് വെച്ചാൽ നമ്മളിലല്ല എല്ലാം ഉള്ളത്. നമ്മൾ കുറച്ചും കൂടി ദൈവവിശ്വാസം സ്പിരിച്വലായി കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് എനർജി നമ്മളെ വിട്ടു പോകും. അതുവരെ ഞാൻ ഫുൾ നെഗറ്റീവായിരുന്നു. നെഗറ്റീവ് ഓളി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഓളി പറയില്ല, ഞാൻ വെറുപ്പിക്കും, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് വെറുപ്പിക്കും എന്ന് വെച്ചാൽ ഉള്ളിൽ ഇതൊക്കെയല്ലേ പോകുന്നത്. ഈ പറയുന്ന ലഹരി വസ്തുക്കളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവാണ്. നമ്മൾ അമ്പലമില്ല, പള്ളിയില്ല, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളില്ല. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നെഗറ്റീവിൻ്റെ അങ്ങേറ്റത്തോട് നശിച്ചു കൊണ്ടിരിക്കുമായിരുന്നു.